റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള സൈക്രോമെട്രിയും അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ 4 ആണ് നമ്മുടെ 4ാമത്തെ മൊഡ്യൂളാണ് സൈക്രോമെട്രി ആൻഡ് എയർ കണ്ടീഷനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിൽ വരുന്ന കണ്ടൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സൈക്രോമെട്രി ആദ്യം വരുന്ന ടോപ്പിക്കാണ്. പിന്നെ വരുന്നത് നമ്മുടെ സൈക്രോമെട്രിക് പ്രോസസ്സുകളാണ്. ഓക്കെ, സൈക്രോമെട്രിക് പ്രോസസ്സുകൾ ലാസ്റ്റ് വരുന്ന ഭാഗമാണ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലാദ്യം നമുക്ക് കുറേ ബേസിക് ടേംസ് പഠിച്ച് വെക്കാനുണ്ട്. അതുപോലെ സൈക്രോമെട്രിക് പ്രോസസ്സിൻ്റെ കുറച്ച് ബേസിക്സ് മനസ്സിലാക്കി വെക്കാനുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് 1-2 ചെറിയ ടൈപ്പ് പ്രോബ്ലംസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു കുറച്ച് ബേസിക് ടേംസാണ്. എയർ കണ്ടീഷനിങ്ങിലെ ഒരു നെക്സ്റ്റ് വരുന്ന ഒരു മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നതാണ് എയർ കണ്ടീഷനിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൈക്രോമെട്രി നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. എയർ കൺസിസ്റ്റ്സ് ഓഫ് ഗ്യാസസ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര. നമുക്കറിയാം എയറിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഗ്യാസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എയറിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് എയറിൽ നമ്മുടെ വാട്ടറിൻ്റെ പ്രസൻസും ഉണ്ടായിരിക്കും. ഓക്കെ, വി നോ ദാറ്റ് ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ വാട്ടർ ഈസ് ഓൾവേസ് പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ സൈക്രോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദ ആർട്ട് ഓഫ് മെഷറിംഗ് ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് എയർ ഈസ് ടേംഡ് ആസ് സൈക്രോമെട്രി. ഓക്കെ, അതായത് നമ്മുടെ എയറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റിനെ കുറിച്ചുള്ള ആ ഒരു സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മെഷറിങ്ങിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ സൈക്രോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന 2 ചെറിയ ടേംസ് ഉണ്ട്. ഡ്രൈ എയർ ഉണ്ട്, സാച്ചുറേറ്റഡ് എയർ ഉണ്ട്. അതുപോലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ഡിപ്രഷൻ, ഡ്യൂ പോയിൻറ്റ് ഡിപ്രഷൻ, അങ്ങനെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ, അതുപോലെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഓക്കെ, അതുപോലെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ഒരു സൈക്രോമെട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബേസിക് ടേംസുകളാണ്. അപ്പോൾ നമുക്ക് ഈ ടേംസുകൾ മനസ്സിലായാൽ മാത്രമേ നമ്മുടെ ആ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഡ്രൈ എയർ എന്ന് പറയുന്നത് നമുക്ക് പേര് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല, ഡ്രൈ ആണ്. ഡ്രൈ എന്ന് പറയുന്നതാണ് ദ ടേം ഡ്രൈ എയർ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ വാട്ടർ ഫ്രീ കണ്ടൻസ് ഓഫ് എയർ ഹാവിങ് എനി ഡിഗ്രി ഓഫ് മോയ്സ്ചർ. ഓക്കെ, അപ്പം നമ്മുടെ എയറിൽ വാട്ടർ ഫ്രീ കണ്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ ഡ്രൈ എയർ എന്ന് പറയുന്നത്. എയറിൽ വാട്ടർ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഡ്രൈ എയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വാട്ടർ ഫ്രീ ആയിരിക്കും നമ്മുടെ എയറിലെങ്കിൽ എന്ത് പറയാം, അതിന് ഡ്രൈ എയർ എന്ന് പറയാവുന്നതാണ്. ഓക്കെ, അതുപോലെ 2ാമത്തെ ടൈമാണ് സാച്ചുറേറ്റഡ് എയർ. ഓക്കെ, അപ്പോൾ നോക്കാം. മോയിസ്റ്റ് എയർ ഈസ് സെഡ് ടു ബി സാച്ചുറേറ്റഡ് വെൻ ഇറ്റ്സ് കണ്ടീഷൻ ഈസ് ദാറ്റ് ദ എയർ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എയറിൽ അറ്റ്മോസ്ഫിയറിക് എയറിൽ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ എയർ നമുക്ക് സാച്ചുറേറ്റഡ് എയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, 2 ടേംസ് പറഞ്ഞു, ഡ്രൈ എയറും അതുപോലെ സാച്ചുറേറ്റഡ് എയറും. അപ്പോൾ ഡ്രൈ എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയറിൽ എന്താണ് വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്ത എയറാണ് ഡ്രൈ എയർ. ഇനി സാച്ചുറേറ്റഡ് എയർ ആണെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടാകുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മുടെ സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് എയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും നോക്കാം. അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ ആസ് രജിസ്റ്റേർഡ് ബൈ ആൻ ഓർഡിനറി തെർമോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഓർഡിനറി തെർമോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ എയറിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ടെമ്പറേച്ചറാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ ഷോർട്ടായിട്ട് നമ്മൾ DBT എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഡ്രൈ ഡി, ബൾബിൻ്റെ ബി, ടെമ്പറേച്ചറിൻ്റെ ടി. ഇനി ഇപ്പോൾ ഡ്രൈ ബൾബ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു തെർമോമീറ്റർ ഉണ്ടാകുന്ന ആ ഒരു നോബുണ്ട് അല്ലേ, ആ ഒരു നമ്മൾ അതിൻ്റെ ഒരു പോയിൻ്റർ ഉണ്ട്. ആ പോയിൻ്റർ നമ്മൾ ബൾബ് എന്ന് പറയാം. അപ്പോൾ ആ ബൾബിൻ്റെ മേലെ കോൺടാക്ട് വരുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ കഴിയുന്നു. ഓക്കെ, ഇനി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ WBT എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ രജിസ്റ്റേർഡ് ബൈ എ തെർമോമീറ്റർ വെൻ ദ ബൾബ് ഈസ് covered by a wetted wick and is exposed to a current of rapidly moving air. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തെർമോമീറ്ററിൻ്റെ ബൾബിൻ്റെ മേലെ ഒരു വെറ്റഡ് വിക്ക്, അതായത് ഒരു എന്താ പറയുക, ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ നനഞ്ഞിട്ടുള്ള ഒരു ക്ലോത്തിൻ്റെ ഇത് വെക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ സമയത്ത് നമ്മൾ അറ്റ്മോസ്ഫിയർ എയർ ആ ഒരു ബൾബിൻ്റെ മേലെ പാസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ടെമ്പറേച്ചറാണ് വെറ്റ് ബൾബ്, അതായത് വെറ്റ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും പറഞ്ഞു, വെറ്റ് ബൾബ് ടെമ്പറേച്ചറും പറഞ്ഞു. ഇനി അടുത്താണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ നമ്മൾ ഷോർട്ടാക്കിയിട്ട് DPT എന്ന് എഴുതും. ഓക്കെ, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിൽ നമുക്കതിനെ DPT എന്ന് പറയാം. അതായത് ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ടു വിച്ച് എയർ മസ്റ്റ് ബി കൂൾഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻ ഓർഡർ ടു കോസ് കണ്ടൻസേഷൻ ഓഫ് ഇറ്റ്സ് വാട്ടർ വേപ്പർ.
അതായത് ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് മോയ്സ്ചർ കണ്ടൻസസ് ഓൺ എ സർഫസ്. അതായത് നമ്മുടെ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എയർ നമ്മൾ കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിൻ്റുള്ള ടെമ്പറേച്ചറാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചറാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ അതാണ് DPT. അപ്പോൾ നമ്മൾ 3 ടെമ്പറേച്ചർ പറഞ്ഞു: ഡ്രൈ ബൾബ്, അതുപോലെ വെറ്റ് ബൾബ്, അതുപോലെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ആദ്യം പറഞ്ഞ 2 പോയിൻ്റ് ഡ്രൈ എയറും സാച്ചുറേറ്റഡ് എയറുമാണ്. പിന്നെ ഡ്രൈ ബൾബ്, വെറ്റ് ബൾബ്, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ പറഞ്ഞു. ഇനി അടുത്താണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ. ഇപ്പോൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെയും വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയാം. ഓക്കെ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെയും വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെയും ഡിഫറൻസിനാണ് നമ്മൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഇനി അടുത്താണ് ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ. ഓക്കെ, ഇപ്പോൾ ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതും ഡിഫറൻസ് ആണ്. അതായത് ഏതൊക്കെ തമ്മിൽ ഡിഫറൻസ് ആണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ ആകുമ്പോൾ DBT മൈനസ് WBT ആയിരിക്കും വെറ്റ് ബൾബ് ഡിപ്രഷൻ. എന്നാൽ ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ ആകുമ്പോൾ DBT മൈനസ് DPT ആയിരിക്കും നമ്മുടെ ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. നോക്കാം. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ ആണ്. അപ്പോൾ നമ്മളിവിടെ സ്മോൾ ലെറ്റർ W ആണ് നമ്മൾ ഈ ഒരു ടേമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ. അതായത് ഒരു യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയറിലുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പറിനെയാണ് നമ്മൾ അതിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ. ഓക്കെ, അതായത് മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ ആണ് നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഗ്രാംസ് ഓഫ് വാട്ടർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. അതായത് ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്നാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ ഇൻ ദ മിക്സ്ചർ ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് എയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഡ്രൈ എയർ എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിൽ ചിലപ്പോൾ അതിൽ വാട്ടർ വേപ്പറും, അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ ഇൻ ദ മിക്സ്ചർ ഓഫ് വേപ്പർ ആൻഡ് എയർ. അപ്പോൾ അതിൽ വേപ്പറും ഉണ്ടായിരിക്കും എയറും ഉണ്ടായിരിക്കും. ആ ഒരു മിക്സ്ചറിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടോ അതിൻ്റെ അളവിനെ നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നോക്കുക, ഗ്രാം പെർ കിലോഗ്രാമിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിൻ്റെ ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതായത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി W = 0.622 PV/PT - PV. അതിൽ PV എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷറാണ്, അതുപോലെ PT എന്ന് പറഞ്ഞാൽ ബാരോമെട്രിക് പ്രഷറാണ്. ഓക്കെ, അപ്പോൾ അതിൽ അതുപോലെ എന്താ പറയുക, നമുക്കിങ്ങനെ എഴുതാം. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. W = മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ മാസ് ഓഫ് ഡ്രൈ എയർ നമുക്ക് എഴുതാം, MV/M എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷന് വേറെ ഡെറൈവ് ചെയ്തുള്ള ഒരു ഇക്വേഷനാണ് W = 0.622 PV/PT - PV എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി പോലെ തന്നെ അടുത്തൊരു ടൈമാണ് നമ്മുടെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആകുമ്പോൾ വ്യത്യാസം വരുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദ ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ. ഇതും മാസ് ഓഫ് വാട്ടർ വേപ്പർ തന്നെയാണ് പെർ യൂണിറ്റ് വോളിയം ഓഫ് മിക്സ്ചർ ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് എയർ. ഓക്കെ, പെർ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്മുടെ മാസ് ഓഫ് വാട്ടർ വേപ്പർ എന്ത് പറയാം? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയാം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണത് ഗ്രാം പെർ കിലോഗ്രാമിലാണ് വരുന്നത് അല്ലേ. അതായത് ഒരു കിലോഗ്രാം ഓഫ് നമ്മുടെ ഒരു കിലോഗ്രാം ഓഫ് എന്താ പറയുക വാട്ടർ വേപ്പറും എയറിലുള്ള അല്ലെങ്കിൽ ഡ്രൈ എയറിലുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പർ നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയും. എന്നാൽ നമ്മുടെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആകുമ്പോൾ ഗ്രാം പെർ മീറ്റർ ക്യൂബിലുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ. ഇതും നമ്മുടെ മാസ് ഓഫ് വാട്ടർ വേപ്പറിൻ്റെ അളവ് തന്നെയാണ് പെർ യൂണിറ്റ് വോളിയം ഓഫ് മിക്സ്ചർ ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് ഡ്രൈ എയർ. ഓക്കെ, ഒരു വാട്ടർ വേപ്പറിൻ്റെയും ഡ്രൈ എയറിൻ്റെയും മിക്സ്ചറിലുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പറിൻ്റെ ആ ഒരു അളവിനാണ് നമ്മൾ എന്താ പറയുന്നത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. രണ്ടും ഒരേ ടൈമിനാണ്, പക്ഷേ ഇവിടെ യൂണിറ്റ് വ്യത്യാസമുണ്ട് അല്ലേ. അതായത് ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആകുമ്പോൾ നമ്മൾ പറയുന്നത് പെർ യൂണിറ്റ് വോളിയത്തിലാണ്. എന്നാൽ നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആകുമ്പോൾ എന്താണ് പെർ യൂണിറ്റ് കിലോഗ്രാം ഓഫ് മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാം പെർ കിലോഗ്രാം വരുന്ന സമയത്ത് നമ്മുടെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആകുമ്പോൾ അവിടെ ഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് വരിക. ഓക്കെ, രണ്ടും ഒരേപോലത്തെ ടൈമിനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം നമുക്ക് ഒരു പക്ഷേ നമ്മുടെ
എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഓരോ ബേസിക് ടേംസ്. ഓക്കെ, ഇനി അടുത്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, നോക്കാം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ നമ്മൾ ഇതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നമ്മൾ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഫൈ ആണ്, അല്ലെങ്കിൽ നമുക്ക് RH റിലേറ്റീവ് ഹ്യൂമിഡിറ്റിൻ്റെ RH നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, RH അല്ലെങ്കിൽ നമുക്ക് ഫൈ എന്ന് പറയാൻ പറ്റും. നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ അറ്റ് എ given place to the maximum mass of water vapor the air can hold at same temperature. ഓക്കെ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ മാസ് ഓഫ് വാട്ടർ വേപ്പർ അറ്റ് സാച്ചുറേറ്റഡ് കണ്ടീഷനാണ്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ മോയ്സ്ചർ ടു ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ ദാറ്റ് വുഡ് ഫുള്ളി സാച്ചുറേറ്റ് ദ എയർ അറ്റ് സെയിം ടെമ്പറേച്ചർ. ഓക്കെ, അതായത് നമ്മുടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു MV/MA ആയിരുന്നു നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. എന്നാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ അറ്റ് എ ഗിവൺ പ്ലേസ് ടു ദ മാക്സിമം മാസ് ഓഫ് വാട്ടർ വേപ്പർ ദ എയർ ക്യാൻ ഹോൾഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അതായത് സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള നമ്മുടെ ആ മിക്സ്ചറിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടോ അതിനാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള വാട്ടർ വേപ്പറിൻ്റെ ഡ്രൈ എയറിൻ്റെ മിക്സ്ചറിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടോ അതിനാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ചാർട്ട് പഠിക്കാനുണ്ട്, സൈക്രോമെട്രിക് ചാർട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ചാർട്ടിലൊക്കെ ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും അതുപോലെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഒക്കെ നമുക്ക് പഠിക്കേണ്ട ഒരു ചാർട്ടാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഷേപ്പിലുള്ള നല്ലൊരു ചാർട്ടാണ് നമ്മുടെ ഒരു സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആ ചാർട്ട് പഠിക്കാൻ നമുക്ക് ആദ്യം ഇങ്ങനെയുള്ള കുറേ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചാർട്ടിൽ കാണുന്നുണ്ടായിരിക്കുക. നമ്മൾ പിന്നീട് പഠിക്കുന്നത് മനസ്സിലാവും. അത് നമ്മൾ പേഴ്സൻറ്റേജിലാണ് അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നമ്മുടെ ചാർട്ടിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ പേഴ്സൻറ്റേജിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ടൈമാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഓക്കെ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ വിത്ത് യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പഠിച്ചത് ഇതേ ടൈമിനായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ വിത്ത് യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ. ഇത്രയും പറഞ്ഞാൽ എന്തായി, അത് നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ് അല്ലേ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ്. ഇവിടെ നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ വിത്ത് യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ ടു ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ വിത്ത് ദ സെയിം മാസ് ഓഫ് ഡ്രൈ എയർ വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് അല്ലേ. അതായത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ മാസ് ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് എയറിൻ്റെ സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള കാര്യമാണ് നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നോക്കുക, നമ്മുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ വിത്ത് യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചാണല്ലേ. ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ വിത്ത് യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും അതായത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറ്റ് സാച്ചുറേറ്റഡ് കണ്ടീഷനുള്ള റേഷ്യോയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയാം. ഓക്കെ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറ്റ് സാച്ചുറേറ്റഡ് കണ്ടീഷനുള്ള ആ ഒരു റേഷ്യോയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ വായിച്ച് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആവും. അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ വിത്ത് യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ എന്തായി, ഈ പറഞ്ഞ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആയി. ടു ദ എന്ന് പറയുമ്പോൾ എന്തായി, റേഷ്യോയിലെ ടു ദ ഇറ്റ് ഈസ് ദ റേഷ്യോ എന്ന് പറയുമ്പോൾ ടു ദ എന്ന് പറയുമ്പോൾ അടുത്ത റേഷ്യോ എന്ന് പറയുന്നതാണ് മാസ് ഓഫ് വാട്ടർ വേപ്പർ വിത്ത് സെയിം മാസ് ഓഫ് ഡ്രൈ എയർ വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ്. അതായത് ഈ പറഞ്ഞ ടൈം എന്താണ്, മാസ് ഓഫ് വാട്ടർ വേപ്പർ വിത്ത് ദ സെയിം മാസ് ഓഫ് ഡ്രൈ എയർ വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്, അത് ശരിക്കും നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് അല്ലേ. നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി സാച്ചുറേറ്റഡ് കണ്ടീഷനുള്ള ആ ഒരു മാസ് ഓഫ് വാട്ടർ പറയാം നമ്മൾ എന്ത് പറയാം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയാം. അപ്പോൾ W/WS ആയിരിക്കും എന്ത് നമ്മുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമുക്ക് ഫൈനലായിട്ട് കിട്ടും. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ വിത്ത് യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആയി. ടു ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ വിത്ത് സെയിം മാസ് ഓഫ് ഡ്രൈ എയർ വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് സാച്ചുറേറ്റഡ് കണ്ടീഷനുള്ള ഹ്യൂമിഡിറ്റി ആയി. ഓക്കെ, അപ്പോൾ W/WS ആണ് നമ്മുടെ ആ ഒരു ടേം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം നമ്മൾ സൈക്രോമെട്രി എന്താണെന്ന് പറഞ്ഞു, ശേഷം നമ്മൾ ഡ്രൈ എയറിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ
സാച്ചുറേറ്റഡ് എയർ പറഞ്ഞു, അതുപോലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറും, ഡ്യൂ പോയിൻറ്റ് ഡിപ്രഷനും, വെറ്റ് ബൾബ് ഡിപ്രഷനും, അതുപോലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ, അതുപോലെ ഇറിഗേഷൻ പറഞ്ഞു, പിന്നെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, അതുപോലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അപ്പോൾ ഈ ഒരു 11 ടേംസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ സൈക്രോമെട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക്സാണ്. നമുക്കിത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, അതായത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മളിപ്പോൾ ഈ ഒരു ലോ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഇത്രയും ഏരിയയിൽ കുറച്ച് ഒരു എയറിന് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓരോ പോയിൻറ്റിലും വ്യത്യസ്ത പ്രഷറുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, പോയിൻറ്റ് 1, പോയിൻറ്റ് 2, പോയിൻറ്റ് 3 അങ്ങനെ ഒരു 5 പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെയുള്ള പ്രഷർ P1, ഇത് P2, ഇത് P3, ഇത് P4, P5 ഒക്കെ ആണെങ്കിൽ ഈ ഒരു ടോട്ടൽ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് എയർ ആൻഡ് വാട്ടർ വേപ്പറിൻ്റെ നമ്മുടെ ഈ ഒരു എയറിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നതായിരിക്കും. ഇതിനെല്ലാം കൂടി സമ്മായിരിക്കും. ഓക്കെ, ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ P1 + P2 + P3 + P4 + P5 അത്രയും വരുന്ന ഓരോ മോളിക്യൂൾസിൻ്റെയും ഈച്ച് മോളിക്യൂൾസിൻ്റെയും ഓരോ എന്താ പറയുക ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെയും പ്രഷറിൻ്റെ സമ്മായിരിക്കും നമ്മുടെ ഇവിടെ വരുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് വായിച്ച് മനസ്സിലാവും. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ പ്രഷർ exerted by the mixture of air and water vapor is equal to the sum of the pressures exerted by each constituent if it occupied the same space by itself. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് PB എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ റെക്കോർഡ് ബൈ ബാരോമീറ്റർ, PA എന്ന് പറഞ്ഞാൽ ഡ്രൈ എയറിൻ്റെ പാർഷ്യൽ പ്രഷർ, അതുപോലെ PB എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ വേപ്പറിൻ്റെ പാർഷ്യൽ പ്രഷർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ PA എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ എയറിൻ്റെ പ്രഷറും PB എന്ന് പറയുന്നത് വാട്ടർ വേപ്പറിൻ്റെ പ്രഷറാണെന്നാണ്. ടോട്ടൽ ബാരോമീറ്റർ പ്രഷർ എന്ന് പറയുന്നത് പറയാം നമുക്ക് ആ ഒരു ഡ്രൈ എയറിൻ്റെ പ്രഷർ പ്ലസ് എന്ത് ചെയ്യാം നമ്മുടെ പാർഷ്യൽ പ്രഷറോ വാട്ടർ വേപ്പർ എന്ന് പറയാം. അതായത് PB നമുക്ക് PA + PB എന്ന് പറയാം. നേരത്തെ പറഞ്ഞാൽ ഈ PA PB ഒക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ ഓരോ ഈച്ച് മോളിക്യൂൾസിൻ്റെ പ്രഷറാണ് കൽപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഡ്രൈ എയറിനെ കുറിച്ചും പറയുന്നുണ്ട്, വാട്ടർ വേപ്പറിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഡ്രൈ എയറിൻ്റെ പ്രഷർ PAയും വാട്ടർ വേപ്പർ പ്രഷർ PB ആണെങ്കിൽ എന്ത് ചെയ്യുക, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നതായിരിക്കും PB = PA + PB ആണ്. അപ്പോൾ ഈ ഒരു ലോയാണ് നമ്മൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 മാർക്കിൻ്റെ ഈ മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക, സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് നമ്മുടെ അടുത്തൊരു ടൈം ആവശ്യമുള്ള ടൈമാണ് നമ്മളതൊക്കെ ഓൾറെഡി പറഞ്ഞു, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എൻതാൽപ്പി ഓഫ് മോയ്സ്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ തെർമൽ എഞ്ചിനീയറിംഗ് നമ്മൾ എൻതാൽപ്പി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് ഒരു എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മോയ്സ്ചറിൻ്റെ എൻതാൽപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഇറ്റ് ഈസ് സം ഓഫ് എൻതാൽപ്പി ഓഫ് ഡ്രൈ എയർ ആൻഡ് എൻതാൽപ്പി ഓഫ് വാട്ടർ വേപ്പർ ഈസ് കോൾഡ് ഡ്രൈ എയർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡ്രൈ എയർ. അതായത് നമ്മുടെ മോയ്സ്ചറിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നതായിരിക്കും ഇറ്റ് ഈസ് സം ഓഫ് എൻതാൽപ്പി ഓഫ് ഡ്രൈ എയർ ആൻഡ് എൻതാൽപ്പി ഓഫ് വാട്ടർ വേപ്പർ അസോസിയേറ്റഡ് വിത്ത് ഡ്രൈ എയർ. അതായത് ഒരു മോയ്സ്ചറിൻ്റെ ടോട്ടൽ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തിൻ്റെ സമ്മായിരിക്കും, നമ്മുടെ ഡ്രൈ എയറിൻ്റെ എൻതാൽപ്പീൻ്റെ എൻതാൽപ്പി ഓഫ് ഡ്രൈ എയർ പ്ലസ് എന്തായിരിക്കും വാട്ടർ വേപ്പർ അസോസിയേറ്റഡ് വിത്ത് ഡ്രൈ എയർ. ഓക്കെ, ഡ്രൈ എയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ എൻതാൽപ്പീൻ്റെയും ആ ഒരു സമ്മയാണ് എന്താ പറയുക മോയ്സ്ചറിൻ്റെ ടോട്ടൽ എൻതാൽപ്പി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ kJ/kg ഓഫ് ഡ്രൈ എയർ. ഓക്കെ, അത് kJ/kg നമ്മൾ എന്ത് ചെയ്യുക റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ കിലോജൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഹീറ്റ് കണ്ടൻറ്റിൻ്റെ യൂണിറ്റാണ്, കിലോഗ്രാം നമുക്ക് അവർ വന്ന മാസിൻ്റെ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ എൻതാൽപ്പി ഓഫ് മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് എൻതാൽപ്പി ഓഫ് ഡ്രൈ എയർ ആൻഡ് എൻതാൽപ്പി ഓഫ് വാട്ടർ വേപ്പർ അസോസിയേറ്റഡ് വിത്ത് ഡ്രൈ എയർ ആണ്. അതുപോലെ നമുക്കിവിടെ ഒരു ഇക്വേഷൻ വരുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. അപ്രോക്സിമേറ്റ്ലി നമ്മുടെ എൻതാൽപ്പി = എത്രയും വരുന്നത് നമ്മുടെ ഇക്വേഷൻ വരുന്നത് എൻതാൽപ്പി H = 1.005 T പ്ലസ് W × 2500 പ്ലസ് 1.88 T. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഒരു 1-2 ടൈപ്പ് വ്യത്യസ്ത ടോപ്പിക്കിൽ വരുന്ന 1-2 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ആ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇക്വേഷൻ പഠിച്ചു നോക്കുക. H = 1.005 T പ്ലസ് W × 2500 പ്ലസ് 1.88 T. ഓക്കെ, അപ്പോൾ അതിൽ നോക്കാം.
ഇവിടെ ഒരു പ്രോബ്ലം കാണുന്നുണ്ടായിരിക്കും. നമുക്ക് ഇവിടെ നോക്കാം. ഫൈൻഡ് ദ വേപ്പർ പ്രഷർ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആൻഡ് എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 32 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ എൻതാൽപ്പി നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതായത് നമുക്ക് ഫൈൻഡ് ദ വേപ്പർ പ്രഷർ ഫൈൻഡ് ചെയ്യണം, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഫൈൻഡ് ചെയ്യണം, അതുപോലെ എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് എയർ അറ്റ് ടെമ്പറേച്ചർ ഓഫ് 32 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള നമ്മുടെ ഈ ഒരു 32 ഡിഗ്രി സെൽഷ്യസിലുള്ള എയറിൻ്റെ വേപ്പർ പ്രഷറും സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും അതുപോലെ എൻതാൽപ്പിയും നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമുക്ക് ആദ്യം കുറച്ച് സൈക്രോമെട്രി പ്രോസസ്സുകളും അതുപോലെ സൈക്രോമെട്രി ചാർട്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്റ്റീം ടേബിളിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ചെറിയൊരു ഡാറ്റ ബുക്കാണ് സ്റ്റീം ടേബിൾ എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റീം ടേബിളിനകത്തൊരു സൈക്രോമെട്രി ചാർട്ടുള്ളതൊക്കെ നമുക്ക് എന്താണ് ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാതെ നമുക്ക് ആ ഒരു സൈക്രോമെട്രി ചാർട്ടിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരുന്ന അടുത്താണ് സൈക്രോമീറ്റേഴ്സ്. അപ്പോൾ സൈക്രോമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഡിവൈസിനെ നമ്മൾ സൈക്രോമീറ്റർ എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ഡ്രൈ ബൾബ് ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ സൈമൾട്ടേനിയസ്. നമുക്ക് എന്ത് ചെയ്യാം, സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം എന്ത് ചെയ്യാം, വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ സൈക്രോമീറ്റർ എന്ന് പറയാം. പിന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ലബോറട്ടറി ടൈപ്പ് ഉണ്ട്, സ്ലിംഗ് ടൈപ്പ് ഉണ്ട്, പിന്നെ ആസ്പിറേഷൻ ടൈപ്പ് ഉണ്ട്, കണ്ടിന്യൂസ് റെക്കോർഡിംഗ് സൈക്രോമീറ്റർ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചത് ചിലപ്പോൾ നമുക്ക് എക്സാമ്പിളൊക്കെ ആയിട്ട് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റൻ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റനാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഫിഗർ കാണിച്ചിട്ടുണ്ടായിരിക്കും, ഒരു സ്ലിം സൈക്രോമീറ്ററിൻ്റെ. ഇവിടെ നോക്കാം, ഈ ഒരു ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് ഈ ഒരു ഭാഗം നമ്മുടെ ആ ഒരു ബൾബ് എന്ന് പറഞ്ഞാൽ വെറ്റ് ബൾബാണ്. അപ്പോൾ നമ്മളവിടെ വെറ്റ് വിക്ക് എന്ത് ചെയ്യും, അതിന് സറൗണ്ട് ചെയ്യും. അതുപോലെ അത് ഡ്രൈ ബൾബാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ടെമ്പറേച്ചർ, ഇതിൽ കിട്ടുന്ന റീഡിങ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഇതിൽ കിട്ടുന്ന റീഡിങ് എന്തായിരിക്കും, വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫിഗർ ഒന്ന് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സൈക്രോമീറ്ററിൻ്റെ സ്ലിംഗ് സൈക്രോമീറ്റർ ആണ് കാണുന്നിരിക്കുക. ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ആ ഒരു നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും, ഈ ഹാൻഡിൽ പിടിച്ച് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ കൂടുതൽ എയറുമായിട്ട് എന്ത് ചെയ്യും, ഈ ബൾബുകൾ രണ്ട് ബൾബുകൾ എന്ത് ചെയ്യും, നമ്മൾ കോൺടാക്ട് വരുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ സൈക്രോമീറ്റർ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഒക്കെ ജസ്റ്റ് ഇവിടെ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചതിന് മനസ്സിലാവുന്നതാണല്ലോ. നമുക്ക് ആ ഫിഗറിനുള്ള തന്നെ കാര്യം മനസ്സിലാക്കാൻ നമ്മൾ. പിന്നെ അതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം മെർക്കുറി ടൈപ്പ് ആയിരിക്കും. അതിൽ എന്തുണ്ടായിരിക്കും, നമുക്ക് മെർക്കുറി നമ്മൾ സാധാരണ നമ്മൾ കണ്ട തെർമോമീറ്റർ ഒന്നുണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് മെർക്കുറി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, അതിൻ്റെ വർക്കിംഗ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് റീഡിംഗ് ഉണ്ട്, ഡ്രൈ ബൾബും വെറ്റ് ബൾബും. ഇനി നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഭാഗമാണ് നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ട്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു സൈക്രോമെട്രിക് ചാർട്ടിൻ്റെ ഏകദേശം ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞുള്ള സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ആക്സിസ് ഉണ്ട്, ഇവിടെ വേറൊരു ആക്സിസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ കുറേ ലൈൻസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ലൈൻസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ലൈൻസ് ഉണ്ട്, പിന്നെ കുറച്ച് ചേരുന്ന ഇങ്ങനെ ലൈൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സൈക്രോമെട്രിക് ചാർട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒടിച്ച് നോക്കാം. അതായത് ഫസ്റ്റ് നോക്കാം, സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വാരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് എയർ. അപ്പോൾ നമ്മൾ എയറിൻ്റെ വാരിയസ് പ്രോപ്പർട്ടീസ് നമ്മൾ ഗ്രാഫിക്കലായി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ചാർട്ടിനാണ് നമ്മൾ സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചതിന് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കും, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കും, സ്പെസിഫിക് എൻതാൽപ്പി ഉണ്ടായിരിക്കും, സ്പെസിഫിക് വോളിയം ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വേപ്പർ പ്രഷറിൻ്റെ ലൈൻസൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏകദേശം ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നോക്കാം, ജസ്റ്റ് ഒന്ന് ഇവിടെ ഓടിച്ച് പറഞ്ഞു. അതായത് ആദ്യം ഈ ഫിഗറിലേക്ക് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ ഒരു 4 ഫിഗർ കാണുന്നുണ്ടായിരിക്കും അല്ലേ. അതിൽ ഫസ്റ്റ് എ എന്ന് പറഞ്ഞ ഫിഗർ നോക്കാം. അത് DBT ലൈൻസാണ്. അവിടെ കാണിച്ചിട്ടുണ്ട് DBT ലൈൻസ് അല്ലേ. അപ്പോൾ DBT ലൈൻസ് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈക്രോമെട്രിക് ചാർട്ടിൽ നമ്മുടെ ഈ ഒരു എക്സ് ആക്സിസിലുള്ള ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ വെർട്ടിക്കൽ ലൈൻസ് മീറ്റ് ചെയ്യുന്ന ഈ എക്സ് ആക്സിസിലെ ഓരോ പോയിൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെയാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഈ ഒരു ഡയറക്ഷനിലേക്ക് എന്തായിരിക്കും ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരും. ഓക്കെ, ഒരു മൈനസിൽ എന്ത് ചെയ്യും, ഒരു എന്ത് ചെയ്യും, മൈനസ് കഴിഞ്ഞ പിന്നെ 0, 5, 10 അങ്ങനെ എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ അങ്ങനെ കൂടി വരും. അപ്പോൾ അതാണ് നമ്മുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ കാര്യം നമ്മുടെ ചാർട്ടിൽ വരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ വരുന്ന വെർട്ടിക്കലായിട്ടുള്ള ഈക്വലി സ്പേസ്ഡ് ലൈൻസ് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്തായിരിക്കും, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നമുക്ക് രണ്ടാമത്തെയാണ് നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിൽ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലൈൻസ് നമ്മുടെ ഈ ഒരു കർവിൽ ചെന്ന് മീറ്റ് ചെയ്യുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു പോയിൻറ്റിലുള്ള റീഡിംഗ് ആയിരിക്കും നമ്മുടെ ആ കറസ്പോണ്ടിങ് ഭാഗത്തിൻ്റെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രൈ ബൾബ് ആകുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള ലൈൻസാണ് ഇവിടെ ചെന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റിലെ പോയിൻറ്റ്സാണ് നമ്മൾ ഡ്രൈ ബൾബിൻ്റെ ടെമ്പറേച്ചറിൻ്റെ പോയിൻറ്റ്സ് വരിക. വെറ്റ് ബൾബ് ആകുമ്പോൾ ഈ കർവിൽ വരുന്ന പോയിൻറ്റ്സാണ് വെറ്റ് ബൾബ്, അതുപോലെ ഇൻക്ലൈൻഡ് ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം പഠിച്ചു, DBT, WBT. നെക്സ്റ്റ് വരുന്നതാണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. തേർഡ് ഫിഗർ നോക്കാം, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സൈക്ലോമെട്രിക് ചാർട്ടിൽ ഇങ്ങനെ നമ്മുടെ ഈ ഒരു കർവിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ ഈ ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റിൽ ഉണ്ടാകുന്ന ഓരോ പോയിൻറ്റ്സ് എന്തായിരിക്കും, നമ്മുടെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിൻ്റെ പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ പഠിച്ച നമ്മൾ വെറ്റ് ബൾബ് പറഞ്ഞു, ഇതും നമ്മുടെ ഈ കർവിലാണ് വരിക. പക്ഷേ നമ്മൾ ഇൻക്ലൈൻഡ് ലൈൻസ് ചെന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിലെ ടെമ്പറേച്ചർ എന്താ ചെയ്യും, അത് നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എടുക്കുക. എന്നാൽ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇപ്പോൾ ഇവിടെയാണ് ഒരു പോയിൻ്റ് എന്ന് വിചാരിക്കുക. ഈ പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ കർവിലേക്ക് നീട്ടി വരയ്ക്കുക. അവിടെ കിട്ടുന്ന പോയിൻ്റ് ആയിരിക്കും ഈ ഒരു കറസ്പോണ്ടിങ് പോയിൻറ്റിൻ്റെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ RH ലൈൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് ആണ്. എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഏറ്റവും പുറമേ കാണുന്ന ഈ ഒരു കർവ് എന്ന് പറഞ്ഞാൽ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെ ലൈൻസാണ് നമുക്ക് ഏറ്റവും പുറത്തുള്ളത്. ഇനി അകത്തേക്ക് വരുന്നതോറും എന്തായിരിക്കും 90, 80, 70 അങ്ങനെ നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസാണ് നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കേർവ് ഷേപ്പിലുള്ള ലൈൻസാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കാം, അതായത് നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മുടെ ഈ ഒരു സൈഡിൽ വരുന്ന നമ്മുടെ റൈറ്റ് സൈഡിൽ വൈ ആക്സിസിൽ വരുന്ന ഓരോ പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് ഒന്ന് മീറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് മീറ്റ് ചെയ്ത് എന്ത് കിട്ടും, ആ ഒരു ഈ ലൈൻസിലുള്ള ഈ ഒരു പോയിൻറ്റിലുള്ള കറസ്പോണ്ടിങ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ ലൈൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിൻ്റെ ലൈൻസ് പറയും. അപ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ വരാൻ നമ്മൾ നേരത്തെ ഇവിടെ ഓൾറെഡി ഹൊറിസോണ്ടൽ ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. അതേതാണ് DPT ആണ്. പക്ഷേ DPT എവിടെ ആയിരിക്കും, DPT ഈ കർവിലാണ് ഉണ്ടായിരിക്കുക. ഇത് ഇങ്ങോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തിട്ടുള്ളൂ, DPT ഉള്ളൂ. പക്ഷേ നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ സംഭവിക്കുന്നു, നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആക്സിസിലായിരിക്കും എന്ത് ചെയ്യുക, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ലൈൻസിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻസ് ഉണ്ടായിരിക്കും, പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു പോയിൻറ്റിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ചെയ്യുക, ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് നീട്ടി വരയ്ക്കുക. ഇവിടെ കിട്ടുന്ന പോയിൻ്റ് ഏതാണോ അതാണ് നമ്മുടെ ഈ ഒരു കറസ്പോണ്ടിങ് പോയിൻറ്റിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയും നമുക്ക് കാര്യങ്ങൾ വരുന്ന സ്പെസിഫിക് വോളിയൊക്കെ വരുന്നത് നോക്കാം. അതായത് സ്പെസിഫിക് വോളി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഓൾറെഡി ഇൻക്ലൈൻഡ് ലൈൻസ് പഠിച്ചിട്ടുണ്ട്. ഏതാണ്, അത് WBT ലൈൻസ് ആണ് അല്ലേ. പക്ഷേ എന്താണ്, WBT ലൈൻസ് എവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഈ കർവിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. ഈ ഒരു ചേരുന്ന ലൈന് ചെന്നിട്ട് ഇവിടെ പോയി മീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കർവിൽ കിട്ടുന്ന പോയിൻറ്റ്സാണ് WBT ലൈൻസ്. എന്നാൽ നമ്മളെ സ്പെസിഫിക് വോളി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതുപോലെ തന്നെ കുറച്ചും കൂടി ഇങ്ങനെയുള്ള ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഇൻക്ലൈൻഡ് ലൈൻസ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ നമ്മുടെ ഈ താഴെയുള്ള എക്സ് ആക്സിൽ ചെന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ സ്പെസിഫിക് വോളിയത്തിൻ്റെ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇൻക്ലൈൻഡ് ലൈൻസ് തന്നെ ആയിരിക്കും. പക്ഷേ അത് നമ്മുടെ ഈ എക്സ് ആക്സിലുള്ള പോയിൻറ്റ്സിലായിരിക്കും എന്ത് ചെയ്യുക, ആ സ്പെസിഫിക് വോളിയത്തിൻ്റെ ഓരോ പോയിൻറ്റ്സും ഉണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഇനിയുണ്ട് സ്പെസിഫിക് എൻതാൽപ്പി ഉണ്ട്. സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ DBT ലൈൻസ് പഠിച്ചിട്ടുണ്ടല്ലേ, WBT ലൈൻസ് പഠിച്ചിട്ടുണ്ട്. WBT എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇംഗ്ലണ്ട് ലൈൻസാണ് WBT. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചാർട്ടിൻ്റെ പുറത്തായിട്ട് ഇവിടെ ഒരു സ്കെയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഈ WBT ലൈൻസ് ചെന്ന് ഈ സ്കെയിലിൽ മീറ്റ് ചെയ്യുന്ന ഈ കിട്ടുന്ന പോയിൻറ്റ്സ് എന്തായിരിക്കും, നമ്മുടെ സ്പെസിഫിക് എൻതാൽപ്പീൻ്റെ പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, നമ്മൾ WBT ലൈൻസ് നേരെ പുറത്തേക്ക് എന്ത് ചെയ്യുക, നീട്ടി വരച്ചാൽ കിട്ടുന്ന നമ്മുടെ അവിടെ നോക്കുക, ഇതൊരു സ്കെയിലാണ്, നമ്മുടെ സ്പെസിഫിക് എൻതാൽപ്പിൻ്റെ സ്കെയിലാണ്, ഇത് സ്കെയിലാണ്, ഇതൊക്കെ സ്കെയിലുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിൻറ്റിൽ എൻതാൽപ്പി കിട്ടുന്ന എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻസ് എന്ത് ചെയ്യുക, നേരെ ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഈ ഒരു പോയിൻറ്റിൽ ആ പോയിൻറ്റ് എന്തായാലും അവിടെയുള്ള നമുക്ക് സ്പെസിഫിക് എൻതാൽപ്പി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു സൈക്രോമെട്രിക് ചാർട്ടിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ ഇവിടെ ഈ രണ്ടിലായിട്ട് നമുക്ക് വേപ്പർ പ്രഷറിൻ്റെ ലൈൻസും ഉണ്ടായിരിക്കും. ഓക്കെ, വേപ്പർ പ്രഷറിൻ്റെ ലൈൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക, DBT ഉണ്ട്, WBT ലൈൻസ് ഉണ്ട്,
അതുപോലെ DPT ലൈൻസ് ഉണ്ട്, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഉണ്ട്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് ഉണ്ട്, പിന്നെ സ്പെസിഫിക് എൻതാൽപ്പി ലൈൻസ് ഉണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻസ് ഉണ്ട്, അതുപോലെ പിന്നെ ഏതായിരുന്നു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം കറക്റ്റ് മനസ്സിലാക്കിയൊക്കെ നമുക്ക് എല്ലാം പറഞ്ഞു തോന്നുന്നു. അതായത് നോക്കാം, നമ്മൾ DPT പറഞ്ഞു, WPT പറഞ്ഞു, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ പറഞ്ഞു, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പറഞ്ഞു, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി പറഞ്ഞു, സ്പെസിഫിക് എൻതാൽപ്പി പറഞ്ഞു, സ്പെസിഫിക് വോളിയം പറഞ്ഞു. ഓക്കെ, ഇത് കറക്റ്റ് മനസ്സിലാക്കി വേണം, കാരണം നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്തോ അതുപോലെ ഇതിൻ്റെ തിയറി പോർഷനിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഇതിൽ വരുന്ന അടുത്ത് നോക്കാം. നമുക്കിനി വരുന്നുണ്ടായിരിക്കും നമ്മുടെ സൈക്രോമെട്രിക് പ്രോസസ്സുകളായിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് ഓരോ തിയറി പോർഷനിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് വരും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അവസാനത്തിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ പ്രോബ്ലംസ് എല്ലാം ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിൻ്റെ തിയറി പോർഷൻസ് കറക്റ്റ് മനസ്സിലാക്കി പോവാം. ഇനി നമുക്ക് വരുന്ന നമ്മുടെ ഈ ഒരു സൈക്രോമെട്രിക് പ്രോസസ്സുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായും നമ്മൾ സിലബസിൽ വരുന്ന നമുക്ക് പഠിക്കാനുള്ള സൈക്രോമെട്രിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്ന പോലെ കാണുന്ന പോലെ സെൻസിബിൾ ഹീറ്റിങ്ങും അതുപോലെ സെൻസിബിൾ കൂളിങ്ങും, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈയിങ്ങും, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, അതുപോലെ കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിങ്ങും, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷനും, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനും, അതുപോലെ കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഒറ്റ ഫിഗർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ മൂന്ന് ടേംസ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് പ്രോസസ്സ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നോക്കാം, സെൻസിബിൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ സെൻസിബിൾ കൂളിംഗ് ആണ്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് OA ആൻഡ് OB. അത് ഈ ഫിഗറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് OA എന്ന് പറഞ്ഞ ലൈനും കാണാം, OB എന്ന് പറഞ്ഞ ലൈനും കാണാം. അതായത് സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ എയറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്ന പ്രോസസ്സാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കറസ്പോണ്ടിങ് ഏരിയയിൽ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഏരിയയിൽ നമ്മുടെ എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെൻസിബിൾ ഹീറ്റിംഗ്. അതുപോലെ ആ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന പ്രോസസ്സായിരിക്കുന്നത് നമ്മുടെ സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു പോയിൻ്റ് നമ്മൾ സെൻറ്റർ പോയിൻ്റ് ആക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ പോയിൻ്റ് O തൊട്ട് ഇവിടേക്ക് A വരെ എന്തായിരിക്കും, പോയിൻ്റ് O2 എന്ന് പറയുമ്പോൾ അത് സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. അതെന്തുകൊണ്ടാണ് ഈ ഡയറക്ഷനിലേക്ക് ഹീറ്റിംഗ് ആകാൻ കാരണം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലൈനിന് DBT ലൈൻസ് ആണ്. അതായത് നമ്മൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിൽ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടി വരും. അതായത് OA എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ഹീറ്റിങ്ങും, നേരെ ഓപ്പോസിറ്റ് OB എന്ന് പറഞ്ഞാൽ സെൻസിബിൾ കൂളിങ്ങും ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താ ചെയ്യുക, 1-2 ടൈപ്പ് എന്താ ചെയ്യുക നമ്മുടെ സൈക്കോമെട്രിക് പ്രോസസ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചിത്രം വരച്ച് എന്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ നോക്കുക, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷനാണ്. അപ്പോൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്താണ്, ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എയറിലുള്ള അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻസിനെ നമ്മൾ മോയ്സ്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എയറിലേക്ക് നമ്മുടെ മോയ്സ്ചർ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ എയറിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിൽ നമ്മുടെ എയറിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. സോ അവിടെ നോക്കാം, നമ്മൾ നേരത്തെ സൈക്കോമെട്രിക് ചാർട്ടിൽ ഓരോ പോയിൻറ്റ്സ് പറയുന്ന സമയത്ത് ലൈൻസ് പറയുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈനാണ് അല്ലേ. അപ്പോൾ മേലേക്ക് പോകുന്ന തുറന്നായിരിക്കും ഹ്യൂമിഡിറ്റി കൂടി വരും. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വൈ ആക്സിലുള്ള ലൈനാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, അപ്പോൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സംഭവിക്കാം, നമ്മുടെ പോയിൻ്റ് എന്ത് ചെയ്യും, മേലോട്ടാണ് ലൈൻ വരിക അല്ലേ. വെറും ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പോയിൻ്റ് വന്ന് ഹ്യൂമിഡിഫിക്കേഷൻ മാത്രമാണ് എന്താണ് അർത്ഥം, നമ്മൾ ലൈനിന് മേലേക്ക് വരച്ച എന്തായാലും അത് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സായി. നേരെ താഴോട്ട് വരച്ച എന്തായതിൻ്റെ അർത്ഥം, അത് ഡീഹ്യൂമിഡിഫിക്കേഷനാണ്. ഓക്കെ, ഡീഹ്യൂമിഡിഫിക്കേഷൻ നേരെ താഴോട്ട് പോകുന്നു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷനാണ് അല്ലേ. അപ്പോൾ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആകുമ്പോൾ എന്താ വരിക, ഹീറ്റിംഗ് നടക്കുന്നുണ്ട്, ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ. അതായത് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണെന്ന് അറിയാം, ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണെന്ന് അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം, രണ്ടും നമുക്ക് ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കുക പോയിൻറ്റ് OC ആണ്. പോയിൻറ്റ് OC എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് ലൈൻ, OC ലൈൻ. ഓക്കെ, അപ്പോൾ എന്തായി, ഇവിടെ ഹീറ്റിംഗ് ഈ ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്, ഹീറ്റിംഗ് നടക്കുന്നുണ്ട്, മേലോട്ട് വരുമ്പോൾ അത് ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായി, ഇങ്ങനെ ചെറിയ ലൈൻ വരച്ചാൽ എന്തായി മാറി, അത് നമ്മുടെ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സായി. ഓക്കെ, അതുപോലെ തന്നെ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. മൂന്നാമത്തെ നോക്കുക, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ്. അപ്പോൾ നമുക്കറിയാം കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഇത് സെൻസിബിൾ കൂളിംഗ് ആണ്.
ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ താഴോട്ടാണ് അല്ലേ. അപ്പോൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്തായി വരിക, നമ്മൾ ചേരുന്ന എന്ത് ചെയ്യും, താഴോട്ട് ലൈൻസ് താഴോട്ട് വശം എന്തായി, അത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ പോയിൻ്റ് വരുന്നത് അല്ലെങ്കിൽ ലൈന് വരുന്ന ഇതാണ്, ലൈന് OD ആണ് എന്ത് വരിക, നമ്മൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ അല്ലെങ്കിൽ നമ്മുടെ എയറിൽ എന്താണ് വാട്ടറിൻ്റെ കണ്ടൻറ്റ്, മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ നോക്കുക, കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നതായിരിക്കാം. കെമിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ലൈന് കാണിച്ചിട്ടുണ്ട്, ഇവിടെ OE എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ലൈൻ എങ്ങോട്ടാണ് വരുന്നത്, റൈറ്റ് സൈഡിലേക്കും വരുന്നുണ്ട്, അതുപോലെ താഴോട്ടും വരുന്നത്. അതായത് അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനാണ് നടക്കുന്നത്. ഓക്കെ, ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അതായത് കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതായിരിക്കാം. കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ പറയുമ്പോൾ ഒരു കെമിക്കൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യണം. ഓക്കെ, കെമിക്കൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എന്താ പറയുക ഡിവൈസുകൾ, അപ്പോൾ TV പോലത്തെയോ ലാപ്ടോപ്പ് പോലത്തെ മൊബൈൽ ഫോണൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ബോക്സിൻ്റെ അകത്ത് ചെറിയൊരു കവറിലായിട്ട് ഒരു ചെറിയ ചെറിയ ബബിൾസ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും അല്ലേ. ഒന്ന് മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മുടെ സിലിക്ക ജെല്ലാണ്. ഓക്കെ, എന്തിനാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ആ ഒരു മോയ്സ്ചറിനൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ കൊടുത്തുള്ളത്, ആ ഒരു സിലിക്ക ജെല്ലിൻ്റെ ആ ഒരു കണ്ടന്റ് നമ്മൾ കൊടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ കെമിക്കൽസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ്സിനാണ് നമ്മൾ കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, കെമിക്കൽ ഉപയോഗിച്ച് ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പഠിച്ചിട്ടുള്ള സെൻസിബിൾ ഹീറ്റിങ്ങും സെൻസിബിൾ കൂളിങ്ങും അതുപോലെ ആ പ്രോസസ്സ് കാണുന്ന ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇപ്പോൾ 7 മാർക്കും ചോദിക്കാം, എന്താണ് സെൻസിബിൾ ഹീറ്റിംഗ് കൂളിംഗ് ചോദിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ നോക്കുക, ഇവിടെ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ സംഭവിക്കാം, ഇവിടെ ഒരു എയർ ഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പൈപ്പാന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഒരു കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റിംഗ് കോയിലാകുമ്പോൾ അത് ആ കോയിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇതിലൂടെ എയർ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പുറത്തേക്ക് വരുന്നതായിരിക്കും എയർ. എന്ത് ചെയ്യും, ആ ഹീറ്റിംഗ് കോയിലിന് മേലെ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എയർ എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ സെൻസിബിൾ ഹീറ്റിംഗ് നടക്കും. നേരെ തിരിച്ചാകുമ്പോൾ കൂളിംഗ് കോയിലാകുമ്പോൾ എന്തായിരിക്കും, ഇത് കൂളിംഗ് കോയിലാണ്, എന്തായിരിക്കും കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ എയർ പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട് വരിക, ഒരു ടെമ്പറേച്ചർ കോൺട്രോൾ എയർ ആയിരിക്കും. അത് നമ്മുടെ സെൻസിബിൾ കൂളിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇവിടെ ലൈൻ നീട്ടി വരച്ചിട്ടുണ്ട്. അതായത് സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡയറക്ഷനിലേക്ക് വരും, കൂളിംഗ് ആകുമ്പോൾ ലെഫ്റ്റിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ എന്ത് ചെയ്യണം, ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സൊക്കെ ഇതിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക, വായിച്ചാൽ മനസ്സിലാവില്ല, നമ്മൾ പഠിച്ച പോയിൻറ്റ്സ് തന്നെയാണ്. എന്ത് ചെയ്യുക, ഓരോ പോയിൻറ്റ്സ് വായിച്ച് നോക്കി കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ എക്സാമിന് പോയിൻ്റ് ഓഫ് വ്യൂ എന്താണ്, ഇതുപോലെ ഫിഗർ വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഒരു ഫിഗർ സിമ്പിളാക്കി വരച്ചാൽ മതി, ഇതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് വരച്ചിരിക്കണം. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ് നോക്കാം. ഹീറ്റിങ്ങും നടക്കണം, അതുപോലെ ഹ്യൂമിഡിഫിക്കേഷനും നടക്കണം. അപ്പോൾ നോക്കാം, ഇവിടെ നേരത്തെ പോലെ ഒരു എയർ ഡക്റ്റ് ഉണ്ട്, അതുപോലെ ഇവിടെ എലിമിനേറ്റർ അല്ലെങ്കിൽ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തായിട്ട് നോക്കുക, നമ്മളിവിടുന്ന് ഒരു പമ്പ് ഉപയോഗിച്ച്, ഇതിനകത്ത് വാട്ടർ ഉണ്ടായിരിക്കും, ആ വാട്ടർ എന്ത് ചെയ്യണം, നമ്മൾ പമ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഒരു ഹീറ്ററിലേക്ക് സപ്ലൈ ചെയ്യും. ആ ഹീറ്റർ എന്ത് ചെയ്യും, ആ വെള്ളത്തിനെ ചൂടാക്കും. ആ ചൂടായിട്ടുള്ള ഹോട്ട് വാട്ടർ എന്ത് ചെയ്യും, നമ്മൾ മേലെ കൂടെ ഒരു സ്പ്രേ രൂപത്തിൽ എന്ത് ചെയ്യും, താഴേക്ക് നമ്മൾ സപ്ലൈ ചെയ്യും. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ എയർ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ എയർ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ എയറിലേക്ക് ചൂടുള്ള വാട്ടർ പാർട്ടിക്കിൾസ്, ഹോട്ടായിട്ടുള്ള വാട്ടർ പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുമ്പോഴായിരിക്കും അവിടെ ഹീറ്റിങ്ങും നടക്കും, ഹ്യൂമിഡിഫിക്കേഷൻ നടക്കും അല്ലേ. ഹീറ്റിംഗ് നടക്കും, ഹ്യൂമിഡിഫിക്കേഷൻ നടക്കും. കാരണം എന്താണ്, ഹീറ്റിംഗ് നടക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി വാട്ടർ ഇവിടെ ഹീറ്റർ വെച്ച് നമ്മൾ ചൂടാക്കുന്നുണ്ട്. ആ ചൂടുള്ള വെള്ളം എന്ത് ചെയ്യാണ്, നമ്മൾ എയറിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി, വെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ മോയ്സ്ചർ കണ്ടൻറ്റുമായി, അതുപോലെ ഹീറ്റിംഗ് വേണ്ടി എന്തായി, അവിടെ വാട്ടർ നമ്മൾ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് നടക്കുമ്പോൾ എന്തായി മാറി, അവിടെ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ ഫിഗറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ വരയ്ക്കാൻ നമുക്കറിയാം. അതായത് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പറയുമ്പോൾ ഒരു ഇൻക്ലൈൻഡ് ലൈനാണ് വരിക. ഓക്കെ, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പറയുമ്പോൾ ഒരു ഇൻക്ലൈൻഡ് ലൈനാണ് വരിക. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചാൽ മനസ്സിലാൻ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത പോയിൻറ്റ്സിനാണ് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ വരുന്ന കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനാണ്. കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനാണ്. അവിടെ കൂളിങ്ങും നടക്കണം, അതുപോലെ ഡീഹ്യൂമിഡിഫിക്കേഷനും നടക്കണം. അപ്പോൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇവിടെ ഒരു പാസേജ് ഉണ്ട്, ഇവിടെ നമ്മൾ എയറിനെ പാസ് ചെയ്യിക്കുകയാണ്. ഇവിടെ ഒരു ഫിൽറ്റർ എലിമെൻറ്റ് അല്ലെങ്കിൽ എലിമിനേറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ ക്രോസ് സെക്ഷനിൽ കാണാൻ ഇവിടെ കൂളിംഗ് കോയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൂളിംഗ് കോയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂളിംഗ് കോയിൽ അതോടെ എന്ത് ചെയ്യും, റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ എയറിനെ പാസ് ചെയ്യിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്യും, എയർ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൂളിങ്ങും അതുപോലെ തന്നെ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കൂളിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഡ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി നടക്കും. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ ഈസ് എ ഡ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. അതായത് ഇൻ ദിസ് പ്രോസസ് ദ എയർ ഈസ് കൂൾഡ് ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് റെഡ്യൂസ്ഡ്. എന്ത് ചെയ്യും, നമ്മളുടെ മോയ്സ്ചർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കൂളിംഗ് ആൻഡ് ഡ്യൂമിഡിഫിക്കേഷൻ പറയുന്നതാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ്. അതായത് എന്തെങ്കിലും അവിടുത്തെ മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, അതായത് ഈ പറഞ്ഞ പോലെ കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ എയർ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ടൻസേഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവുന്ന എന്തായിരിക്കും, ഇവിടെ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ് താഴേക്കാണ് വരിക, അല്ലെങ്കിൽ ഗ്രാഫ് മീൻസ് നമ്മൾ ചാർട്ടിൽ എന്ത് ചെയ്യും, ലൈൻ താഴേക്ക് വരിക, കൂളിംഗ് നടക്കണം, ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കണം, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും, ലൈൻ താഴേക്ക് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ പോയിൻറ്റ്സ് കൂടെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, വായിച്ചിട്ട് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇനി വരുന്ന കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ്, അല്ലേ? അപ്പോൾ കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എയറിനെ പാസ് ചെയ്യുന്ന അവിടെ എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് നമ്മൾ അബ്സോർബൻ്റ് അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ, നേരത്തെ പറഞ്ഞ പോലെ സിലിക്ക ജെല്ല് പോലത്തെ കെമിക്കൽ എന്ത് ചെയ്യും, അവിടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ മേലെ കൊണ്ട് നമ്മുടെ എയർ പാസ് ചെയ്യുന്ന സമയത്ത് എയറിലുള്ള മോയ്സ്ചറിനൊക്കെ അബ്സോർബ് ചെയ്യും, എന്തായി മാറും, അത് ഡ്രൈ എയർ ആയിട്ട് മാറും, പുറത്തേക്ക് കടത്തി വിടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇത് എന്ത് ചെയ്യും, നമ്മുടെ എയറിലുള്ള മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് താഴേക്ക് എന്ത് ചെയ്യും, അത് വാട്ടർ രൂപത്തിൽ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് നമ്മുടെ കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ സിലിക്ക ജെല്ലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, അതുപോലെ ആക്ടിവേറ്റഡ് അലുമിനിയം, കാൽസ്യം ക്ലോറൈഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പോയിൻറ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ വരുന്ന അടുത്തൊരു ടൈമാണ് ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നോക്കാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിച്ച പോലെ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതൊരു ഹീറ്റിംഗ് കോയിലോ കൂളിംഗ് കോയിലോ സങ്കല്പിക്കുക. ഇതിന് മേലെ കൂടെ നമ്മൾ എയറിന് പാസ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു ഹീറ്റിംഗ് കോയിലാകുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 10 ഡിഗ്രി സെൽഷ്യസിലുള്ള എയറിന് അങ്ങോട്ട് പാസ് അയച്ചു. നമ്മുടെ ഹീറ്റിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഈ 10 ഡിഗ്രി സെൽഷ്യസുള്ള എയർ ഈ ഒരു 100 ഡിഗ്രി സെൽഷ്യസുള്ള ഹീറ്റിംഗ് കോയിലിൻ്റെ മേലെ പാസ് ചെയ്യുമ്പോൾ ശരിക്കും എന്തായി മാറണം, നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എന്തായി മാറണം, എഫിഷ്യൻ്റ് ഡിവൈസാണ് എന്തായി മാറണം, ഈ 10 ഡിഗ്രി എന്തായിട്ട് മാറണം, ഇവിടേക്ക് ഔട്ട് ചെയ്യുന്ന എയർ എന്തായിരിക്കണം, അതും 100 ഡിഗ്രിയിലേക്ക് എത്തണം. പക്ഷെ എന്തായിരിക്കും, ഒരിക്കലും ആ ഒരു 10 ഡിഗ്രി സെൽഷ്യസുള്ള എയർ എന്തില്ല, ഇതിന് മേലെ കൂടെ പോയിച്ചിട്ട് എന്തില്ല, ഒരിക്കലും ഇവിടുന്ന് 100ലേക്ക് എത്തൂല. കാരണം എന്താണ്, അവിടെ പല ലോസുകൾ ഉണ്ടായിരിക്കും, അല്ലേ? ലോസ് മീൻസ് ചിലപ്പോൾ എന്തായിരിക്കും, നമ്മൾ ആ ഒരു എയറിൻ്റെ സ്പീഡ്, അല്ലെ, എയറിൻ്റെ വെലോസിറ്റി ഒക്കെ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഏകദേശം ഒരു 90 ഡിഗ്രി എത്തുന്നുള്ളൂ വിചാരിക്കാം. നമുക്ക് ഒരു 90 ഡിഗ്രിയിലേക്ക് എന്തെങ്കിലും നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ എത്തിക്കാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, അതായത് ഒരു 10 ഡിഗ്രിയുള്ള അല്ലെങ്കിൽ 20 ഡിഗ്രിയുള്ള എയർ നമ്മുടെ 100 ഡിഗ്രിയുള്ള നമ്മുടെ ഹീറ്റിംഗ് കോയിലിൻ്റെ മേലെ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്തില്ല, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. കാരണം അവിടെ ലോസുകൾ സംഭവിക്കും. കാരണം നമ്മൾ എല്ലാ എയറിൻ്റെ പാർട്ടിക്കിൾസ് എന്തില്ല നമ്മുടെ ഈ ഒരു ഹീറ്റിംഗ് കോയിലിൻ്റെ മേലെ ടച്ച് വന്നോളണമെന്നില്ല. അപ്പോൾ എന്തായിരിക്കും, കുറേ എയറിൻ്റെ പാർട്ടിക്കിൾസ് എന്തായിരിക്കും, ആ ഒരു ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിന് മേലെ കൂടെ ചിലപ്പം ബൈപ്പാസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, ആ കാരണം കൊണ്ട് എന്തില്ല, നമുക്ക് 100% എഫിഷ്യൻസി കിട്ടില്ല. ഓക്കെ, അപ്പോൾ 20 എന്താവില്ല, ഒരിക്കലും നമുക്ക് ഇതേപോലെ ഈ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് എത്തിക്കാൻ കഴിയില്ല. എന്തായാലും അതിലൊരു കുറവ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വരുന്നൊരു കുറവിനെയാണ് നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, ആ ഒരു കുറവിനാണ് നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയാം. ഇനി നോക്കുക, ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ബൈപ്പാസ് ഫാക്ടർ ഈക്വൽ ടു T2 - T3 ഡിവൈഡ് ബൈ T1 - T3. ഓക്കെ, അതായത് 2 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ബൈപ്പാസ് ഫാക്ടർ ഫോർ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇവിടെ ഒരു ഹീറ്റിംഗ് കോയിലുണ്ട്, ഈ വരുന്ന ഇത് T1 ഇത് T3 പുറത്തേക്ക് വരുന്നത് T2 ആണെങ്കിലും ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, T3 - T2 ഡിവൈഡ് ബൈ T3 - T1 ആണ്. ഓക്കെ, നോക്കുക, T3 - T2 ഡിവൈഡ് ബൈ T3 - T1 ആയിരിക്കും ആ ഒരു ഹീറ്റിംഗ് കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അതൊരു കൂളിംഗ് കോയിലാണെങ്കിൽ ഇതേപോലെ T1 T3 T2 നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ബൈപ്പാസ് ഫാക്ടർ എന്തായിരിക്കും, T2 - T3 ഡിവൈഡ് ബൈ T1 - T3 ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ചെറിയ പ്രോബ്ലംസ് യൂസ് ചെയ്യാനുണ്ടായിരിക്കും. ബൈപ്പാസ് ഫാക്ടർ ആണ് ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വലിയ പ്രോബ്ലംസ് വരുന്നുണ്ട്, വലുതല്ല താരതമ്യേന കുറച്ച് വലുപ്പമുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് ബൈപ്പാസ് ഫാക്ടർ കാണുന്നുണ്ടായിരിക്കും. എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 100% എഫിഷ്യൻസി ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒരു ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ കൂളിംഗ് കോയിലെ ടെമ്പറേച്ചറിലേക്ക് എന്തെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ എക്സിറ്റ് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഇതിനാണ് നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബൈപ്പാസ് ഫാക്ടറിൻ്റെ ആ ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ ഓക്കെ, ഇനി അടുത്തൊരു ടൈമാണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ അല്ലെങ്കിൽ SHF.
ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സെൻസിബിൾ ഹീറ്റും ഉണ്ട്, ലേറ്റൻറ്റ് ഹീറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ സെൻസിബിൾ ഹീറ്റും ലേറ്റൻറ്റ് ഹീറ്റും നമുക്കറിയാം. അതായത് സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 10 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആകുമ്പോൾ എന്താണ്, അവിടെ ടെമ്പറേച്ചർ മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ 10 ഡിഗ്രിയിലുള്ള വാട്ടർ 20ലേക്ക് എത്തിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു ഹീറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, സെൻസിബിൾ ഹീറ്റ് എന്ന് പറയാം. എന്നാലിപ്പോൾ ഒരു 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ വേപ്പറായി മാറുമ്പോൾ എന്തായി മാറി, അതിൻ്റെ ഫേസ് മാറി. അപ്പോൾ ഫേസ് ചേഞ്ച് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റ് കണ്ടൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, അതിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫേസ് ചേഞ്ച് വരുന്ന സ്ഥലത്തുള്ള ഹീറ്റ് കണ്ടൻറ്റാണ് നമ്മുടെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയാം. അതായത് ഫേസ് ചേഞ്ച് സംഭവിക്കാണ്ട് ടെമ്പറേച്ചർ മാത്രം മാറുള്ള വെച്ച് നമുക്കതിന് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ഹീറ്റും ടോട്ടൽ ഹീറ്റും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ അല്ലെങ്കിൽ SHF എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെൻസിബിൾ ഹീറ്റും ടോട്ടൽ ഹീറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റാണ് ടോട്ടൽ ഹീറ്റ്. അതായത് സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഹീറ്റാണ് നമ്മുടെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, അല്ലെങ്കിൽ സെൻസിബിൾ ഹീറ്റ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റാണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ആണ് നമ്മുടെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. നമുക്ക് 1 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള, അതുപോലെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേംസ് ആവശ്യമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു സൈക്രോമെട്രിയിൽ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസാണ്. ഓക്കെ, നമുക്കിനി പ്രോബ്ലംസാണ് വരുന്നത്. നമ്മളെ സിലബസ് നോക്കുന്ന സമയത്ത് അവിടെ നോക്കാം. ആദ്യം സൈക്രോമെട്രിൻ്റെ ഡെഫിനേഷൻ കുറേ വരുന്നുണ്ട്. ഡ്രൈ എയർ, മോയ്സ്ചർ, സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, സൂപ്പർ സാച്ചുറേറ്റഡ് എയർ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, DBT, WBT, ഡ്യൂ പോയിൻറ്റ് ഡിപ്രഷൻ, ഡാൾട്ടൺസ് ലോ, പിന്നെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, എൻതാൽപ്പി ഓഫ് മോയ്സ്ചർ, സൈക്രോമീറ്റർ എന്താണ്, സൈക്രോമീറ്റർ ചാർട്ട് പഠിച്ചു. പിന്നെ സൈക്രോമീറ്റർ ടേബിൾസ് പഠിച്ചതിൽ ചെറിയ ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാനുണ്ട്. സിമ്പിൾ പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന സൈക്രോമെട്രി പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞു. സെൻസിബിൾ ഹീറ്റിംഗ് ഉണ്ട്, സെൻസിബിൾ കൂളിംഗ് ഉണ്ട്, ഹ്യൂമിഡിഫയിങ് ഉണ്ട്, ഡീഹ്യൂമിഡിഫയിങ് ഉണ്ട്, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫയിങ് ഉണ്ട്, കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫയിങ് ഉണ്ട്, ബൈപ്പാസ് ഫാക്ടർ പറഞ്ഞു, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ പറഞ്ഞു. അതുപോലെ ഇതിൽ നമുക്ക് സിമ്പിൾ പ്രോബ്ലംസ് വരുന്നുണ്ട് യൂസിങ് സൈക്രോമെട്രിക് ചാർട്ട് ആൻഡ് ടേബിൾസ്. ഓക്കെ, അതുപോലെ എഫിഷ്യൻസി ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓയിൽ. കൂളിംഗ് ഓയിലിൻ്റെയും ഹീറ്റിംഗ് ഓയിലിൻ്റെയും എഫിഷ്യൻസി പറയുന്ന ഒരു ടേം പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ബൈപ്പാസ് ഫാക്ടർ പറഞ്ഞ തൊട്ട് ബാക്കിയായിട്ട് വരുന്ന ഭാഗമാണ്. ഇവിടെ നോക്കാം. Efficiency of heating and cooling oils. The term 1 minus bypass factor is known as efficiency of the coil or contact factor. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്താണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 1 മൈനസ് ബൈപ്പാസ് ഫാക്ടർ ആയിരിക്കും നമ്മുടെ കൂളിംഗ് കോയിലിൻ്റെ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 മൈനസ് ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നോക്കുക, 1 മൈനസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഹീറ്റിംഗ് കോയിലാകുമ്പോൾ T3 മൈനസ് T2 ഡിവൈഡ് ബൈ T3 മൈനസ് T1 ആയിരിക്കും. ഓക്കെ, അതുപോലെ കൂളിംഗ് കോയിലാകുമ്പോൾ 1 മൈനസ് BPF എന്ന് പറയുമ്പോൾ 1 മൈനസ് T2 മൈനസ് T3 ഡിവൈഡ് ബൈ T1 മൈനസ് T3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫൈനലി അത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുക ഇങ്ങനെ ആയിരിക്കും. അത് നിങ്ങൾ ജസ്റ്റിക്കേറ്റ് നമുക്ക് കിട്ടും T2 മൈനസ് T1 ബൈ T2 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T1 ആയിരിക്കും. അതുപോലെ നമുക്ക് കൂളിംഗ് കോയിലിൻ്റെ ആകുമ്പോൾ T1 മൈനസ് T2 ഡിവൈഡ് ബൈ T1 മൈനസ് T3. അതിൻ്റെ എഫിഷ്യൻസി നമുക്കറിയില്ലേ, എഫിഷ്യൻസി പറഞ്ഞാൽ എന്താണ്, കോമൺ ആയിട്ട് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറും കിട്ടുന്ന ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ആ ഒരു റേഷ്യോ നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റിംഗ് കോയിലിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുക, കൂളിംഗ് കോയിലിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സൈക്രോമെട്രിക്കിൻ്റെ ഭാഗം, ചാർട്ടിൻ്റെ ഭാഗം ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ വരുന്ന നമ്മുടെ ചെറിയ ചെറിയ പ്രോബ്ലംസാണ്. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ പ്രോബ്ലംസ് വരുന്നുണ്ട്. ആ ഒരു എൻതാൽപ്പീൻ്റെ കേസിലും അതുപോലെ തന്നെ സൈക്രോമെട്രിക് പ്രോസസ്സിൻ്റെ കേസിലും നമുക്ക് 2 ടൈപ്പ് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ലാസ്റ്റ് വരുന്ന ഭാഗം എയർ കണ്ടീഷനിങ് ആണ്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം, കാര്യങ്ങൾ ക്ലിയർ ആയിക്കോളും. ചിലപ്പോൾ ഒറ്റയടി കേൾക്കുമ്പോൾ കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വീണ്ടും ഒന്നുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.